CPM-ൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരിലേക്ക് ഇതിപ്പോൾ എത്തുമ്പോഴാണ് ഈ അന്വേഷണം പുറകോട്ട് പോകുന്നു എന്ന് തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് തന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ സംശയം ഉണ്ടായിരുന്നു. കാരണം രഹസ്യമായി നടന്നു എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത്. വിവരം തന്നെ പുറത്തു വന്ന ദിവസങ്ങൾക്ക് ശേഷം വിവരങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പോയതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് തിങ്കളാഴ്ചയോ മറ്റോ ആണത് പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറുവശത്ത് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ അന്വേഷണ സംഘം നിലവിൽ വന്നിട്ട് 2 മാസത്തോളം ആകുന്നു. ഇതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് ഹൈക്കോടതിക്ക് അറിയാമായിരിക്കാം, ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടായി. പക്ഷേ ഈ അന്വേഷണം ഏത് തരത്തിലേക്ക് പോകുന്നു, ഒരുപാട് സംശയങ്ങൾ നിൽക്കുകയാണ്. ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടോ ഇല്ലയോ, സുഭാഷ് കപൂറിൻ്റെ സംഘത്തിലേക്ക് ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം പോയിട്ടുണ്ടോ, അമൂല്യ വസ്തുക്കൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഖണ്ഡിതമായിട്ട് ഇതുവരെയും SIT ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയാണ് ആ സംശയം ആദ്യമേ തുടക്കത്തിൽ ഉന്നയിച്ചത് തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാവാം ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. കാരണം ഭരണതലവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമ്പോഴായിരിക്കാം ഇത് എങ്ങോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ഇത് 2019 മുതൽ നിർബാധം നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം CPM പോലൊരു കേഡർ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്ന ആൾക്കാർ നടത്തുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡെയിലി ബേസിസിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അപ്പോൾ പാർട്ടി നേതൃത്വം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് പോയിട്ടുണ്ടെന്നുള്ള ഒരു തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഈ പ്രധാനപ്പെട്ട 3 CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നതിനെക്കുറിച്ചും മടിച്ചു നിൽക്കുന്നത്.